നമുക്കറിയാം കഴിഞ്ഞ 2020, 21, 22 കമ്പയർ ചെയ്യുമ്പോൾ റോഡ് അപകടങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ നമ്മളെ ഈ ഫാറ്റിലിറ്റി, അതായത് ആളുകൾ മരിക്കുന്നത് കുറഞ്ഞു വരുന്നുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ മെഡിക്കൽ സിസ്റ്റം കുറച്ചുകൂടെ, അല്ലെങ്കിൽ ആംബുലൻസ് സിസ്റ്റം കുറച്ചുകൂടെ കാര്യക്ഷമമായോണ്ടാണ് അത് അങ്ങനെ കുറഞ്ഞു വരുന്നത്. പക്ഷെ ആക്സിഡന്റുകളുടെ എണ്ണം കൂടി വരുന്നു. അത് നമ്മളെ നമുക്കറിയാം, നമുക്ക് ലോക വ്യാപകമായി നമ്മൾ ഈ സേഫ് സിസ്റ്റം അപ്രോച്ച് എന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ റോഡ് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയില് അങ്ങനെ ഒരു സിസ്റ്റം അപ്രോച്ച് വളരെ രീതിയിൽ പ്ലാനിങ്ങിൽ ഉപയോഗിക്കാറില്ല. മെയിനായിട്ട് കേരളത്തിലെ ഒരു അഭാവം എന്ന് വെച്ചാൽ ലാൻഡ് അക്വിസിഷൻ, അതായത് ലാൻഡുകളുടെ അപര്യാപ്തതയാണ്. റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്ന നമുക്ക് വളരെ ചുരുങ്ങിയതാണ്. ഇപ്പം നമുക്ക് ലാൻഡ് ഇല്ല. നമുക്കുള്ള സ്ഥലം വെച്ചിട്ട്, പരിമിതി വെച്ചിട്ടാണ് നമ്മൾ റോഡ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ സേഫ് സിസ്റ്റം അപ്രോച്ച് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല കേരളത്തിലെ റോഡുകളിൽ. അത് ആക്സിഡന്റിന് ഒരു കാരണമാണ്. ഇത് കൊണ്ടുവരാൻ നമുക്ക് കഴിയാതിരിക്കുന്നത് നമുക്ക് ഈ റോഡുകൾ വേണ്ടത്ര വീതി ഇല്ലാത്തത് നമുക്ക് അക്യൂർ ചെയ്യാനുള്ള നമ്മൾ കേരളത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ്. അപ്പം ഈ പിന്നീട് പറയുന്ന ഈ ലൈസൻസ് സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് കാര്യക്ഷമമാണോ എന്ന് ചോദിച്ചാൽ കാര്യക്ഷമമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഒരുപാട് നൂതനമായ ആശയങ്ങൾ ഈ രംഗത്ത് വരികയും അത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങൾ, ലൈസൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അന്ന് തന്നെ, ലൈസൻസ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന് അന്ന് തന്നെ ലൈസൻസ് ഡൗൺലോഡ് സിസ്റ്റം ഉണ്ട്. പിന്നെ നമുക്ക് ഡീറ്റെയിൽ വെർഷൻ ഓഫ് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് അത് കൊണ്ടുവന്നു. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ ഒരു പ്രൊബേഷണറി ലൈസൻസ് സിസ്റ്റം സംവിധാനം, അതായത് നമുക്ക് പുതിയ ഒരാൾക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ 6 മുതൽ 1 വർഷം വരെ ആ ലൈസൻസ് കൊടുക്കാവുള്ളൂ. അതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിന്റെ ഈ ഡ്രൈവിംഗ് വിലയിരുത്തിയിട്ട് വേണം ഒരു 10-15 വർഷത്തേക്ക് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ. ആ ഒരു സംവിധാനം നമുക്ക് കൊണ്ടുവന്ന കുറച്ചുകൂടെ നമുക്ക് കാര്യക്ഷമമായിട്ട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കോംപ്രിഹെൻസീവ് ആയിട്ട് ഡ്രൈവിംഗ് എഡ്യൂക്കേഷൻ നമുക്കില്ല. അത് വലിയൊരു പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ചാല് ഈ നമുക്കറിയാം, നമുക്ക് ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് ഉണ്ട്. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റിലൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. നമുക്ക് പലപ്പോഴും നമുക്ക് വേണ്ടത് ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അത് നമുക്ക് കർശനമായിട്ട് നമുക്ക് 1, 2, 3, 4, 5 സ്റ്റെപ്പായിട്ട് ലെവലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ലേണേഴ്സ് നമുക്ക് എടുക്കാം. അതൊരു ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് കുറച്ചുകൂടെ കാര്യക്ഷമമാക്കി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നെ നമുക്കറിയാം, നമുക്ക് നമ്മളെ ഈ ഒരു ഡ്രൈവിംഗ് നമുക്ക് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ആളുകൾ, അതായത് ഈ പറയുന്ന ആളുകൾക്ക് നമുക്ക് വേണ്ടത്ര ട്രെയിനിങ് ഇല്ല. നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടത്ര ട്രെയിനിങ് കൊടുക്കുന്നില്ല. അപ്പൊ അവരിപ്പോ എത്ര ക്ലാസ് എടുക്കണമെന്ന് എന്നത് ചുരുക്കും. കാര്യം ഈ ഒരു ഈ ഡ്രൈവിംഗ് വെഹിക്കിളിൽ, അതായത് ഈ ടെസ്റ്റ് നടത്തുന്ന വെഹിക്കിളിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വെഹിക്കിളിലോ ഡാഷ് ക്യാം പോലെയുള്ള സംവിധാനങ്ങൾ, ട്രാക്കിംഗ് സംവിധാനങ്ങൾ, ഇതൊക്കെ ഏർപ്പെടുത്തിയാൽ നേരത്തെ ചോദിച്ച ഉത്തരവായി നമുക്ക് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുവരാൻ സാധിക്കും. മറ്റു പല കൺട്രികളിലും, രാജ്യങ്ങളിലും ഇതുപോലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ കൊണ്ടാണ് നമുക്ക് കാര്യക്ഷമമാക്കി ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റുന്നത്. കേരളത്തിൽ ഒരു പരിധിവരെ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം. ഈവൻ നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുമ്പോൾ തന്നെ KSRTCക്ക് വേണമെങ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഡ്രൈവേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ പറ്റും. സർക്കാർ ഓൺ ചെയ്യുന്ന പല സ്ഥാപനങ്ങൾക്കും നമുക്ക് ഇതിൽ ഒരുപാട് റോള് വഹിക്കാൻ എടുക്കും. അപ്പൊ എന്ത് ചെയ്യും, കാര്യക്ഷമമായിട്ട് നമുക്ക് ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റും. മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിന്റെ ആവശ്യമില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള പഠനവും അതുപോലെ തന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും, റൂൾസും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇഷ്യൂസും. നമുക്കറിയാം, പണ്ട് ഈ റോഡിലേക്ക് ഇറക്കി ടെസ്റ്റിംഗ് ഇല്ല, അത് എച്ചെടുത്താൽ തീരുന്ന ഒരു ഡ്രൈവിംഗ് സിസ്റ്റം ആയിരുന്നു. റോഡിലേക്ക് ഇറക്കിയിട്ടുള്ള പഠനം വേണം, അതിൽ ടെസ്റ്റിംഗ് സംവിധാനം വേണം. മാത്രമല്ല, ഈ ഗ്രേഡിയന്റിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് അത് എടുക്കാൻ പറയുന്ന ആ സംവിധാനം ഇപ്പൊ നിലവിൽ അങ്ങനൊന്നും ഇല്ല. പക്ഷെ വളരെ ചുരുക്കമായിട്ട് റോഡ് ടെസ്റ്റ് ഉണ്ട് ഇപ്പം. എന്നിരുന്നാലും കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് റോഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരു ഡ്രൈവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് പൂർണ്ണമായ ശരി, രീതിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ചെയ്യാൻ ശരി, പറ്റുള്ളൂ. ശരി. അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്സിഡൻസ് നമുക്ക് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്.